ഓടിക്കണം? സ്റ്റാർട്ടാക്കുന്ന ഓപ്ഷൻ ഒന്നുമില്ല. സ്റ്റാർട്ടാക്കുന്ന തിരിച്ചാൽ സ്വിച്ച് ഓണാക്കി ഡിസ്പ്ലേ ഓണായി ഓഫാവും. തിരിച്ച് റിട്ടേൺ വരും. തിരിച്ച് റിട്ടേൺ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഫസ്റ്റ് നമ്മൾ സീറ്റ് ബെൽറ്റ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് സീറ്റ് ബെൽറ്റ് ഇടണം. ഇത് എപ്പോഴും മുമ്പോട്ട് കുത്തിമറിയാനും പിറമോട്ട് കുത്തി പോകാനുള്ള ചാൻസ് കാരണം നമുക്കൊരു എവിടെയും കുത്തി നിർത്താൻ പറ്റാത്തൊരു വണ്ടിയാണ്. കാലുണ്ട്, ബാക്കില് ബുമ്മുണ്ട്, ഫ്രണ്ട് ബക്കറ്റ് ഉണ്ട്. ഇത് ബാക്ക് സപ്പോർട്ടില്ല. ഏതെങ്കിലും ഒരു ഹൈറ്റിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ടിൽ വെയിറ്റ് എന്തെങ്കിലും വെച്ചോണ്ടാണെങ്കിൽ ഏത് തേരും കയറി പോകും. ഇല്ലെങ്കിൽ ഉരുണ്ട് ബാക്കിലോട്ട് ഇങ്ങനെ മാറി. അപ്പൊ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ബാക്കിലില്ല. ശരി. പാർക്കിംഗ് സ്വിച്ച്, ഹാൻഡ് ബ്രേക്ക് പോലെ. ഹാൻഡ് ബ്രേക്ക് പാർക്കിംഗ് നമ്മൾ പാർക്ക് ചെയ്ത് റിലീസ് ചെയ്ത് ഓപ്പറേറ്റിംഗ് സ്വിച്ച്. ഇനിയിപ്പം ഇത് വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ എല്ലാം വർക്കാവും. കംപ്ലീറ്റ് വർക്കാവും. ഇനി ഇത് രണ്ടും കാലിൽ എന്തൊക്കെയാ വരുന്നത്? ഇത് കാലില് ഒരു ബക്കറ്റിന്റെ താഴെ. ഇപ്പം ഞാൻ നിൽക്കുന്ന പൊങ്ങോ? കുഴപ്പമില്ല. ബക്കറ്റ് നേരെ ഹൈറ്റിലേക്ക് പോകുന്നതും നേരെ താഴോട്ട്. ഇപ്പുറത്തെ കാലില് റൈറ്റ് സൈഡില് ബക്കറ്റ് ഓപ്പൺ ക്ലോസ്. പിന്നെ ഇത് ഫ്രണ്ടിലോട്ട്. രണ്ട് സ്ട്രൈറ്റ് ഫ്രണ്ടിലോട്ട്, നേരെ ബാക്കിലോട്ട്. ഒരെണ്ണം തിരിച്ച അതായത് 90 ഡിഗ്രിയിൽ തിരിയുന്ന ഒരു സാധനമാണ്. മറ്റേ ഹിറ്റാച്ചി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമേ തിരിയത്തുള്ളൂ. ഫുള്ള് 90 ഡിഗ്രി. ഓക്കെ. ബാലൻസ് ഓക്കെ. ഓടിക്കട്ടെ. നിർത്തണമെങ്കിൽ പാർക്കിട്ട് ഈ സാധനം എടുത്താൽ പോരെ. ഇതിന് ചവിട്ടുപടിയാ. നമുക്ക് അകത്തോട്ട് കയറാനും പുറത്തോട്ട് ഇറങ്ങാനും. ഓക്കെ, എന്നാൽ ബാഗ് ചേട്ടൻ പിടിച്ചു. തൊപ്പിയിൽ അതൊന്നും അടിക്കാതെ അത് ടെമ്പറിലാ താഴോട്ട് വരുന്നത്. നമ്മൾ കൈ കൊണ്ട് പിടിച്ച് താഴോട്ട് വെക്കുക ഫസ്റ്റ്. സീറ്റ് ബെൽറ്റ് കീ സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ. ഓക്കെ. ഈ സാധനം തന്നെ അത് RPM നമുക്ക് ആവശ്യമുള്ള RPM കൂട്ടണം. RPM മേലോട്ട് തട്ടി കൊടുത്താൽ മതി. കുറച്ചുകൂടാ. ഓക്കെ. ഇനി ഇത് പാർക്കിങ്, റിലീസ്, ഓപ്പറേഷൻ. കുറെ സ്വിച്ചുകളൊക്കെ ഉണ്ടല്ലേ ഇതിന്റെ അകത്ത് കുറെ സ്വിച്ച് ഉണ്ടല്ലോ. സ്വിച്ച് ഉണ്ട്. അത് മറ്റേ ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഹിറ്റാച്ചിയുടെ എക്സ്കവേറ്റർ സിസ്റ്റം ഇല്ലേ, അത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. റോഡ് കട്ട് ചെയ്യുന്ന ബ്ലേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. റോഡ് മാറ്റിയിടാൻ പറ്റില്ല. പല സംഭവം. ഈ ബക്കറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ 2 ലോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബക്കറ്റ് റിമൂവ് ചെയ്തുകൊണ്ട് ഒരു 5-6 ഐറ്റംസ് ചെയ്യാൻ പറ്റും. അതായത് കുഴിയെടുക്കാനും ഉള്ള എക്സ്കവേറ്ററിൻ്റെ സിസ്റ്റം അത് ചെയ്യാൻ പറ്റും. ഒരേ ലെവലിൽ റോഡ് കട്ട് ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ അത് ഇത് വെച്ചാണ് കട്ട് ചെയ്യുന്ന ബ്ലേഡ് വെച്ചിട്ട്, വലിയ ബ്ലേഡ് വെച്ചിട്ട്. പൈപ്പ് ലൈൻ്റെ ട്രെഞ്ചിൻ്റെ ഒക്കെ പണി വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിച്ചു കുറച്ച് കളയത്തില്ല. കറക്റ്റ് 2 സൈഡും 60 സെൻറ്റിമീറ്റർ വീതിക്കാതെ 2 സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് വൃത്തിയായിട്ട് ഇളക്കി മാറ്റി ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അത്
റോഡ് ക്ലീൻ ചെയ്യുന്ന മൊത്തം പൊടി അടിച്ച് കളയുന്ന അടിയിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു ബ്രഷ് ഉണ്ട്. അത് വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് അടിച്ച് കളഞ്ഞിങ്ങനെ ക്ലീൻ ചെയ്ത് പോകുന്ന അങ്ങനെ ഒരുപാട് സിസ്റ്റം ചെയ്തു. അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടും. അതിനാണ് അകത്തുള്ള സ്വിച്ചുകൾ ഉള്ള സ്വിച്ചുകൾ. ഫ്രണ്ടിലോട്ട് പോവാം. കുറച്ചുകൂടെ താത്ത് വെച്ചിട്ടുണ്ട്. RPM വെച്ചുകൂടെ വെച്ചു ഓട്. എപ്പോഴും നമ്മൾ കൈ സെന്ററിൽ കൊണ്ടുവന്നാലും അപ്പം നിൽക്കും. വിട്ട് കഴിഞ്ഞാൽ നിൽക്കും. അതിലേ തന്നെ കയറി വരട്ടെ. ഫുള്ള് കയറി പോട്ട്. ഫുള്ള് കയറി പോട്ട്. ആ നേരെ കയറി പോട്ട്. അല്ല ഇത് തന്നെ നേരെ കയറി പോട്ട്. കയറ്. ബക്കറ്റ് ഇങ്ങനെ പൊക്കുക. ബക്കറ്റ് പൊക്കുക. മതി മതി. മടക്കിയിട്ട് മടക്ക്. കുറച്ച് ബക്കറ്റ് ചൂടെ പൊക്കുക. ആ മതി. കയറി പോട്ട്. ഓട്. ആ മതി. പിന്നെ റിമൂവ് ഓപ്പൺ ചെയ്തോട്. ശരി പൊക്കിയിട്ട് ഇതും കൂടെ പൊക്കയും കൂടെ ചെയ്യണം. ആ മതി. അതേ സെയിമിൽ ബക്കറ്റ് മടക്കി ഇത് കുറച്ച് താത്ത് രണ്ടും കൂടെ ഒരേ സമയം ചെയ്യാം. ഇത് ഭാരത് ബെൻസിന്റെ 250 അടിയില്ല ഭാരത് ബെൻസിന്റെ മസ്ത ഇല്ലേ, അതിലൊക്കെ ലോഡ് ചെയ്യുന്ന സാധനം ഇത്. ശരി. കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും ബക്കറ്റ് ലെവലാന്നുള്ളത്. ഇതും ആ ഫ്രണ്ടിലെ പല്ല് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് കറക്റ്റ് താഴെ വെച്ചിട്ട് ഇങ്ങനെ ഒരു നീക്കി കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യണം. ബക്കറ്റ് മടക്കണം തിരിച്ച്. അതിന് രണ്ടും കൂടെ ഒരേപോലെ കാത്തു കൊണ്ടുവന്ന് ഇതിപ്പം ഫ്രണ്ട് പൊങ്ങിപ്പോയില്ലേ, ഇപ്പം കറക്റ്റ് നമുക്ക് ലെവൽ കിട്ടൂല. ഈ ലെവലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് പൊക്കിയിട്ട് ഇത് പൊങ്ങ് മാത്രം. അത്രയും വേണ്ട. അത്രയും വേണ്ട. മതി. താക്കുക. ഇച്ചിരി താക്കുക. കയറിട്ട് RPM കയറട്ടെ. പോട്ടെ.
റെഡിയായി. ഓഫ് ചെയ്യാവോ? ആ, സീറ്റ് ബെൽറ്റ് വെക്കുമ്പോൾ തൊപ്പിയിൽ ചിലപ്പോൾ തട്ടും. ഇല്ല. ഓക്കെ, കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി ചേട്ടൻ ഡ്രൈവ് ചെയ്യും. ഇത് റെക്കോർഡ് ചെയ്യാം, ഇതിൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. ഓ, പറ്റും. നിന്ന നിപ്പിനൊക്കെ കറക്കാനുള്ള കഴിവുണ്ടല്ലേ? ആ, ഓക്കെ, എന്തായാലും കൊള്ളാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.
കിടന്നാൽ പോരെ?